യോഗീന്ദ്രന്മാർക്കു നിന്മേലിൽ അതിമധുരം മുക്തർമേലുന്ന ഗേഹം ഭക്താഭീഷ്ട പ്രദാനിം സുരവര തരുവിൻ വല്ലഭം നിന്റെ പാദം നിത്യം വാണിൻ മനസ്സിൽ കഥനമഖിലവും തീർത്തു മാതാലൈഷ കൃഷ്ണ കാരുണ്യ സിന്ധു കൃഷ്ണ കാരുണ്യ സിന്ധു പരമസുഖ മഹാലക്ഷ്മി തന്നിരട്ടെ. മീഡിയാസിന്റെ ബാനറിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആൽബത്തിൻ്റെ കൃഷ്ണഭക്തിഗാനത്തിൻ്റെ റിലീസ് ചടങ്ങാണ് പോയത്. ആദ്യമായി ആദരണീയായ ദേവസ്വം മന്ത്രി കടന്നപ്പള്ളി രാജേന്ദ്രനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. NV പ്രദീപ് കുമാറിനെ BM മീഡിയാസിന് വേണ്ടിയും ആതിഥേയർക്ക് വേണ്ടിയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കലാധരൻ ചേട്ടനെ ഹൃദയപൂർവ്വം ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത നിർമ്മാതാവ് M രഞ്ജിത്ത് ചേട്ടനെ BM മീഡിയാസിന് വേണ്ടിയും ഈ പൊതുപരിപാടിക്ക് വേണ്ടിയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രശസ്ത നിർമ്മാതാവ് ശ്രീ ഖാദർ ഹസൻ, അദ്ദേഹത്തെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ സംഗീത ശില്പത്തിൻ്റെ സംഗീത സംവിധായകൻ, അദ്ദേഹവും അതുപോലെ ഗായിക, അങ്ങനെ അണിയറയിൽ പ്രവർത്തിച്ച ഒട്ടനവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരുമുണ്ട്, ഞങ്ങളുടെ എല്ലാ അഭ്യുതകാംക്ഷികളുമുണ്ട്, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകരുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമസ്കാരം. സാന്ദ്രമായ സംഗീതത്തിൻ്റെയും ദൈവികതയുടെയും ശിവശങ്കരയിലേക്ക് നയിക്കാൻ പ്രാപ്തമാകുന്ന കൃഷ്ണാമൃതത്തിൻ്റെ ആമുഖ ഗാനമാണ് എല്ലാ നിമിഷങ്ങൾക്കും നമുക്ക് 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ദീർഘമേറിയ ഗാനധാരയാണ് ഞാൻ 50 മിനിറ്റെങ്കിലും നമ്മുടെ മനസ്സിന് ഹൃദയമൊക്കെ ഈ ഗാനവിധിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നതെന്നിട്ടാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് സുഹൃത്തുക്കളുടെ മനസ്ഫൂർത്തി ചെയ്തിരിക്കുന്ന കലാരഞ്ജൻ, M രഞ്ജിത്ത്, ഖാദർ ഹസൻ, അതുപോലെ ഛായാഗാനകൻ എൻ്റെ ബഹുമാന്യനായ അടുത്ത സുഹൃത്ത് വേണുഗോപാലൻ, അതുപോലെ പിന്നെ സമാഗതരായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കൾ, ഛായാഗ്രഹണത്തിനും എഡിറ്റിങ്ങിനും കലാസംവിധാനത്തിനും സംവിധാനത്തിനും അതുപോലെ രചനയ്ക്കും സംഗീതത്തിനും സംഗീതം ശിക്ഷണായിരുന്നു. അങ്ങനെ
മീഡിയാസിൻ്റെ കോഴിക്കോട്ടെ സംഘാടകന്മാർ, എഡിറ്റിംഗ് മഹേഷ് തുടങ്ങിയവരും ഈ സംഗീതം നമ്മുടെ എല്ലാം ഹൃദയതലങ്ങളിലേക്ക് പ്രകാശപൂർണമായി സംഘടിപ്പിക്കുന്ന നമ്മുടെ സിദ്ധപ്രേമകുമാർ, സംഗീത മധുരവും ഭക്തിസാന്ദ്രവും അതുപോലെ ആലോചനാത്മകവുമായ ഒരു സംഗീത ശില്പമാണ്. കൃഷ്ണാമൃതം എന്ന നാമധേയത്തിൽ ഇവിടെ നിങ്ങളിവരുടെയും അനുവാദത്തോടും ആശംസകളോടും കൂടി പ്രകാശനം ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമാണ്. ഇവിടെ ശാസ്ത്രീയ സംഗീതവും പശ്ചാത്തല സംഗീതവും ശ്രീകൃഷ്ണ കീർത്തനങ്ങളും ഒക്കെ ഉയർന്ന നിലയിൽ ഭക്തിസാന്ദ്രമായ ഒരു വിരുന്നാണ് കൃഷ്ണാമൃതത്തിലൂടെ നമ്മളെ എല്ലാം മുമ്പിൽ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് എന്നത് സന്തോഷകരമായ കാര്യം. സംഗീതം നൽകിയ ശശികൃഷ്ണ, രചന വഹിച്ച ഷാജി പണിക്കർ, കോറസ് കൈവിലി ദേവയാനി, നൃത്തസംവിധാനം അനുപമാവട്ടെ, കലാസംവിധാനം സന്തോഷ് രാമൻ, ഗ്രാഫിക്സ് സുഭാഷ്, ഛായാഗ്രഹം സന്തോഷ് രാമൻ അൻസാരി, എഡിറ്റിംഗ് മഹേഷ് മീഡിയാസ്, നിർമ്മാണം മീഡിയാസ്, സംവിധാനം ഈ മണിയറിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ശില്പികളും ചേർന്നിട്ടുള്ള ഒരു കുടുംബ സംഗമത്തിൻ്റെ, കുടുംബ സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭക്തിസാന്ദ്രതയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ സൗന്ദര്യവും സുഗന്ധവും നിറഞ്ഞ സംഗീതത്തിൻ്റെ ഒരു അമൃതവർഷം. തീർച്ചയായും ഇന്ന് നാം ആസ്വദിച്ചു കഴിഞ്ഞത് അത് തീർച്ചയായും ഭക്താന്തരങ്ങളോട് കൂടി നിങ്ങളുടെ മുമ്പിൽ അത് പ്രകാശനം ചെയ്തതായി വിനീതമായി അറിയിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം മനസ്സിനെ സംഗീതമാക്കുന്ന ഒരു സമ്മാനം എന്ന നിലക്ക് കൃഷ്ണാമൃതത്തെ സ്വീകരിക്കാൻ കേരളത്തിലെ കലാസാംസ്കാരിക മനസ്സ് സന്നദ്ധമായിരിക്കുമെന്ന് സൂചിച്ചുകൊണ്ട് ഈ കൃഷ്ണാമൃതത്തിനും ഈ ചടങ്ങിനും നിങ്ങൾക്കെല്ലാം സ്നേഹനിർഭരമായ അഭിവാദനങ്ങളും ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. അത് ഭക്തിസാന്ദ്രമായ കാസറ്റ് എന്നതിനപ്പുറമായി മറ്റാൽബത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് തുറന്നു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ എല്ലാവരും ബഹുമാന്യരായ ചലച്ചിത്ര സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയുള്ള വേദിയിൽ പറയട്ടെ, ഭാവിയിൽ ഒരു ചലച്ചിത്ര പിന്നണി ഗായികയും ഒരു പുതിയ സംഗീത സംവിധായകനെയും വളർന്നു വരാൻ പോകുന്നു. ഈ മേഖല അന്യം നിന്നിട്ടില്ല എന്ന് സമ്പന്ന സമ്പുഷ്ടമാണ് ഈ മേഖല എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്നു എന്ന് നമുക്ക് ഈ ഒരൊറ്റ കാസറ്റിലൂടെ കാണാൻ കഴിയുന്നു. ജഗദീശ്വരൻ അവരെ അതിനനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കലാരംഗത്ത് വ്യാവസായികത്തിൻ്റെ കടന്നുകയറ്റം പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ കലാ തനിമ നിലനിർത്തി മുൻപോട്ട് പോകാൻ കഴിയുമാറാകട്ടെ. അതിന് ജഗദീശ്വരൻ അദ്ദേഹത്തെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശ്വാസക്കാരത്തിൻ്റെ ചായകൊണ്ടും ശ്രവണമൂലമായ സംഗീതം കൊണ്ടും വരികൾ കൊണ്ടും സമ്പുഷ്ടമായ ഈ സൃഷ്ടിക്ക്, ഈ കലാസൃഷ്ടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇതിൽ പ്രവർത്തിച്ച ഓരോ കലാകാരന്മാർക്കും എൻ്റെ സുരംഗമായ അനുമോദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ ചെയ്ത ഈ ആൽബം അതുപോലെ തന്നെ ഈ കാസറ്റും ഒക്കെ റിലീസ് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും, ഞാനിപ്പം അവിടെ പറഞ്ഞത് ഇത്രയും ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഇത്രയും ഭയങ്കരമായ ഒരു ഇത് ആൽബമാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. കണ്ടപ്പം വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ പുതിയ ഗായികയും പുതിയ മറ്റേ മ്യൂസിക് ഡയറക്ടറും, അതുപോലെ തന്നെ ഞാൻ വേണുവിനോട് കണ്ടിട്ടുള്ള പറഞ്ഞു ഇനി ഒരു പുതിയ മലയാളത്തിലൊരു സംവിധായകനെ കൂടെ കിട്ടി എന്ന് പറഞ്ഞു. കാരണം ഒരു സിനിമ ഇനി എന്തുകൊണ്ട് വേണമെങ്കിൽ സംവിധാനം ചെയ്യാം. ആൽബം എന്ന് പറയുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. അതുപോലെ തന്നെ പ്രകൃതിക്കറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരെയും, അതുപോലെ തന്നെ പാട്ട് പാടിയ സാറെല്ലാം ചോദിച്ചു ഇത് ഒറ്റയ്ക്കാണ് മുഴുവൻ പാടിയ തിരിച്ചു സിന്ധു. അപ്പോൾ അതുപോലെയുള്ള എല്ലാവരും ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ശരിക്കും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് ആളുകളുടെ ഉള്ളിലേക്ക് എത്തുകയാണ്. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളാണ്. ശ്രീകൃഷ്ണൻ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരികയുള്ളൂ. ആ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എപ്പോൾ വന്നു ചേരുന്നു അന്നു മുതൽ നമ്മുടെ നല്ല നല്ല കാലം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്.
ഒരു പ്രാധാന്യമുള്ള ഒരു അമ്പലത്തിൻ്റെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഷോട്ട് ഇപ്പം ഞാൻ കണ്ടു. അതിഗംഭീരമായി വേണുഗോപാലത്തിൽ നിന്ന്. അതാണ് ദൈവാധീനം. അങ്ങനെ ഒരു ഷോട്ട് വെച്ചാൽ കൃഷ്ണഭഗവാൻ വിചാരിച്ചത് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് വേണു എല്ലാവിധ ആശംസകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ നേർന്നുകൊണ്ട് നിർത്തുന്നു. മന്ത്രി, സദസ്സിലുള്ള മറ്റു എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സ്നേഹിതൻ കൂടിയായ ക്യാമറാമാൻ വേണുഗോപാൽ അത്രയും മനോഹരമായിട്ട് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തെ നല്ലൊരു ഡയറക്റ്റായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാനും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോജക്റ്റായ കൃഷ്ണമൃതത്തിനും നല്ല ഭാവങ്ങൾ എന്നെല്ലാം നടന്നുകൊണ്ട് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. താങ്ക് യു. കാരണം എല്ലാ പ്രോജക്റ്റിലും ഒരു ആത്മവിശ്വാസമുള്ള പ്രൊഡ്യൂസറെ കിട്ടാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അതിൻ്റെ ഉദാഹരണം മാത്രമാണ് ഇന്ന് നമുക്ക് ഈ വിഷയം ഈ കൃഷ്ണാമൃതത്തിൻ്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് വളരെ ഒരു ചെറിയൊരു തട്ടിൽ തുടങ്ങിയാണ് കൃഷ്ണാമൃതം. ഒരു മിനിറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്ത് ഞാനും മഹേഷും കൂടി തുടങ്ങിയത് ചെയ്തു. അത് ഞങ്ങൾ വേണ്ടവരെ കേൾപ്പിച്ചു. വേണ്ടവർ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ ഒരു പാട്ട് നമുക്ക് വേണ്ട, സാധാരണ കാര്യം ചെയ്യുന്നത് എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തും ഞാൻ ഹെൽപ്പ് വേണമെങ്കിലും ചെയ്തു തരാം. അതാണ് ഇതിന് തുടക്കം. അത് വളരെ മനസ്സിൽ വല്ലാത്തൊരു ധൈര്യം കിട്ടിയതായിരുന്നു. അതുപോലെ സിന്ധു വന്ന് സിന്ധു പാടി, പിന്നെ ഇതിൻ്റെ ലിറിക്ക് എഴുതിയ ഷാജി പഠിക്കുന്ന ചില അസൗകര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. ഇവിടെ 4 വരിയാണ് ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ ഞാൻ ആദ്യം കിട്ടിയത്. പിന്നെ ദൈവസഹായം, ദൈവത്തിന് അന്വേഷണം, അതുപോലെ അനുഗ്രഹങ്ങളും അത് 50 മിനിറ്റുള്ളൊരു സോങ്ങായിട്ട് അതിന് കൂടുതൽ എത്തിക്കാൻ പറ്റി. ഇത് റിലീസിംഗ് ഫംഗ്ഷൻ വിജയമാക്കി തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച തുടക്കക്കാരാണ്. ഞാനും സിന്ധുവൊക്കെ തുടക്കക്കാരാണ്. പക്ഷെ വീടെടുത്ത നല്ല പ്രൊഡ്യൂസറെ ആരും മ്യൂസിക് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യാനോ വീടെടുത്ത നല്ല പ്രൊഡ്യൂസർമാർ ഉണ്ടാവണം, ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത് നല്ല പ്രോജക്റ്റ് ഉണ്ടാവുള്ളൂ എന്ന സമയത്തിൽ ഞാൻ പറയുകയാണ്. ഈ നിമിഷം നിങ്ങളെ അനുഗ്രഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിൽ നമ്മുടെ മീഡിയാസിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രശസ്തരെ, ശശിയേട്ടൻ പറഞ്ഞ മാതിരി വളരെ ഹാപ്പിയാണ് ഞാനെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഈ ആൽബം കണ്ടപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ നന്ദി പറയുന്നത് VM മീഡിയാസിന് വേലേറ്റിനോടും മഹേഷിനോടും. വേലേറ്റിന് വളരെ കണക്ഷൻസ് ഉള്ള വ്യക്തിയാണ്. സാറിന് വേണമെങ്കിൽ ഏത് വലിയൊരു ഗായകനെ വെച്ചിട്ട് പാടിക്കാനും സാധിക്കും. പക്ഷെ എന്നെ തെരഞ്ഞെടുത്തത് മഹേഷിനോടും, പിന്നെ അതുകൂടാതെ നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിരിക്കുന്ന ശശിയേട്ടൻ, ഷാജി പണിക്കർ, പിന്നെ അതുകൂടാതെ നിങ്ങളുടെ കൂടെ പാടിയിരിക്കുന്ന കോറസ് പാടിയിരിക്കുന്ന കുട്ടികൾ, ക്യാമറാമാൻ, അങ്ങനെ എല്ലാവർക്കും ഇത് ഇത്രയും ഭംഗിയാക്കി തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഈ കൃഷ്ണാമൃതത്തിനുണ്ടായി. VM മീഡിയാസിൻ്റെ ആദ്യത്തെ ഒരു പ്രൊജക്റ്റാണ്. നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നത് എൻ്റെ മാതാപിതാക്കളോട് ദീർഘമാണ്.
എനിക്ക് കടന്നപ്പള്ളി രാമചന്ദ്രൻ ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. കുടുംബസമേതം ചേട്ടൻ്റെ എവിടെയും കുടുംബസമയം പോകാറില്ല. എൻ്റെ ഒരു ഫംഗ്ഷൻ ഞാൻ വിളിച്ചപ്പോൾ ഒന്നും എപ്പോഴാണ് വേണ്ടത്, ഏത് സമയത്താണ്, അത്ര ചോദിച്ചു. പിന്നെ ഞാൻ കണ്ടു. ഇന്നലെ ഒരു വീട്ടിൽ പോയി, എനിക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു. അതേമാതിരി തന്നെ നല്ലൊരു സുഹൃത്താണ് പ്രദീപേട്ടൻ ചേർന്ന്. ഞങ്ങളും അതേമാതിരി തന്നെ പുള്ളിയുടെ വരണം. അതേമാതിരി പുള്ളിക്കും എൻ്റെ വളരെയധികം നന്ദി. പിന്നെ രഞ്ജിത്തും ഒരുപാട് എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നതാണ്. അത് നല്ലൊരു സുഹൃത്താണ്. രഞ്ജിത്തിനോട് എൻ്റെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഖാദറസൻ എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കലാരൻ്റെ എൻ്റെ മലയാള സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് ക്യാമറ എടുപ്പിക്കുന്നത് കലാരൻ്റെ പടത്തിലാണ്. ഈ സംരംഭം, ഈ കൃഷ്ണാമ്പലം ഇപ്പം ശശി പറഞ്ഞതുപോലെ ശശി മഹേഷും കൂടെ, മഹേഷിൻ്റെ പേരിലാണ് എൻ്റെ പാർട്ണറും കൂടെയാണ്. ഒരു ചെറിയൊരു സംഭവം ചെയ്തപ്പോൾ ഞാൻ വന്ന് കേട്ടപ്പോൾ കൊള്ളാം എന്നായിട്ടുണ്ട്. അപ്പം ശശി പറഞ്ഞ് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് വേണം പറഞ്ഞു. അങ്ങനെ ശശി മഹേഷും അവരെ ഒരു 50 മിനിറ്റ് പാട്ട് ഇതുവരെ ഇല്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റൈലിൽ അത് ചെയ്തു. അതേപോലെ സിന്ധുവിനോട് ഒരുപാട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ നല്ല രസകരമായിട്ട് പാടി സിന്ധു. പിന്നെ ആ വിഷ്വൽ ഇങ്ങനെ ഒരു സത്യത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ആർക്കും അറിയില്ല ഈ വിഷ്വൽ എങ്ങനെ വരുന്നോ ഏത് രീതിയിൽ പോകുന്നോ ആരും അറിയില്ല. എനിക്ക് അറിയാം, മഹേഷ് അറിയാം. പിന്നെ എൻ്റെ കൂടെ ഫുൾ ടൈം ഈ വിഷ്വലിന് കൂടെ നിന്ന് സുഭാഷ്. ഇപ്പം സുഭാഷ് ഞാൻ ഒരുപാട് സിനിമയിൽ സുഭാഷ് എനിക്ക് വേണ്ടി ഗ്രാഫിക് ചെയ്തിട്ടുണ്ട്. ആ സുഭാഷ് എൻ്റെ കൂടെ ഈ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഓരോരോ ഷോട്ടും എങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ഈ വിഷ്വൽ ഉണ്ടാവുന്നത്. അതേമാതിരി ഇതിൻ്റെ രചന എഴുതിയ ഷാജി പണിക്കർ, പിന്നെ കോറസ് യമുന കൈരളി, ദേവയാനി, നൃത്തം ചെയ്ത അനിൽകുമാർ, സന്തോഷ് രാമൻ കലാസംവിധാനം. പിന്നെ എൻ്റെ കൂടെ കുറേ കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്ത എൻ്റെ അസിസ്റ്റൻസ് അവരിപ്പോൾ ഛായാഗ്രഹണം ചെയ്ത സന്തോഷ് ലാൽ, അൻസാരി അവരോടും, പിന്നെ ഇതിൽ വർക്ക് ചെയ്ത മറ്റ് എല്ലാവരോടും, എനിക്ക് കോറസ് പാടിയ ആളുകളോടും മറ്റ് ഓരോ ആളുകളോടും ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എനിക്ക് മനോരമ മ്യൂസിക്കിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ചടങ്ങിലെത്തിയ എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവരോടും, എൻ്റെ സൗണ്ട് വന്നാലും വിഷ്വൽ വന്നാലും, പിന്നെ എനിക്ക് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നത് പത്രപ്രവർത്തകരോടും എല്ലാ മീഡിയാസ് എല്ലാ ചാനലുകളോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അവരും അതേമാതിരി തന്നെ നേരിട്ട് പിന്നെ ഒരു ഫോൺ ചെയ്തപ്പം എല്ലാവരും വന്നു, എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് താങ്ക് യു. നമസ്കാരം, നന്ദി.